ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്കൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒട്ടുമിക്കവരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലേ ചെമ്മീൻ. വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ക്ലീനാക്കിയ ശേഷം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചെമ്മീനാണ്. അത് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത് 1 കിലോ ചെമ്മീൻ ക്ലീനാക്കിയതാണ്. ക്ലീനാക്കി വരുമ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ മുഴുവനായിട്ടും ഇത് പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ സൈസ് വീണ്ടും കുറയും. അതുകൊണ്ട് ഒരുമിച്ചിട്ട് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. ഈ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിലോട്ട് ഞാൻ 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് ഇവയിലൊക്കെ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് നിങ്ങളടുത്ത് ഫ്രഷ് നാടൻ കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണേ. ഇനി നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ വറ്റി നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. ആവശ്യമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. ഇപ്പോഴിത് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലോട്ട് തന്നെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ചേർക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് സവാള അരിഞ്ഞതാണ്. ഞാനൊരു വലിയ സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. കൂടുതൽ സവാള ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് നെടുക്കി കീറിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതിയേ. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം മതിയാവും. ഇതിലോട്ട് കൂടുതൽ തക്കാളി ചേർക്കുന്നില്ല. അതുകൂടാതെ തന്നെ ചിലർ അരച്ചൊക്കെ ചേർക്കാറുണ്ട്. ഇതിലോട്ട് ഞാൻ അരച്ച് ചേർക്കുന്നില്ല. നമ്മൾ നാടൻ സ്റ്റൈലിലുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിന് മുമ്പായിട്ട് സ്വല്പം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനേ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തിട്ടില്ല, മസാലയിലാണ് ചേർത്തത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവർ ആ മസാലയിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. മസാലയും ചെമ്മീനിലും നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി തൂവി കൊടുക്കാം. ഞാൻ തൂവുന്നില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ശേഷം ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്